നമ്മുടെ ഇടുക്കി ഡാം പണിതിരിക്കുന്ന കുറവൻ കുറത്തി മലകളുടെ സുരക്ഷിതമായിട്ടുള്ള നിലനിൽപ്പിനായി ദിവസവും പൂജയും പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന കൊടുങ്കാട്ടിലുള്ള ഒരു ക്ഷേത്രത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്. ആദിമ ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിൻ്റെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അടയാളമാണിത്. പത്തനംതിട്ടയിലെ കോന്നിക്കടുത്തായിട്ട് കൊടുങ്കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഊരാളി അപ്പൂപ്പൻകാവിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ എപ്പിസോഡിൽ. ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അടവി എക്കോ ടൂറിസം കൂടെ സന്ദർശിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. അതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ്. പതിവ് പോലെ ഇത്തവണ ഞങ്ങൾ രാവിലെ ഒരു 4:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരം വെളുത്ത് വരുമ്പോഴത്തെ ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. സോ അതൊക്കെ മിസ്സാവാതിരിക്കാനായിട്ടാണ് ഇത്രയും നേരത്തെ ഇറങ്ങുന്നത്. ഇനി ഇങ്ങോട്ടേക്കുള്ള റൂട്ട് വരുന്നത് പത്തനംതിട്ട കോന്നിയിൽ നിന്ന് അച്ചൻകോവിൽ വന്ന ആ ഒരു ഫോറസ്റ്റ് റൂട്ടിൽ ഒരു 9 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഊരാളി അപ്പൂപ്പൻകാവിലെത്താൻ പറ്റും. ഒരുപാട് പ്രത്യേകതകളൊക്കെയുള്ള ഈ ഒരു ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യാനായിട്ട് കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. ഏതായാലും ഇപ്പോഴാണ് അതിന് പറ്റിയ ഒരു സമയം കിട്ടുന്നത്. കോന്നിയിൽ നിന്ന് അച്ചൻകോവിലേക്കുള്ള റൂട്ടിലേക്ക് ഞങ്ങളിപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റ് റൂട്ടാണ്. കോന്നി താലൂക്കിലെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ തന്നെ കാട് കണ്ടു തുടങ്ങി. കാടും കോടയും ഒക്കെ ആയിട്ട് ഇതിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. വിചിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള കൊടും വനത്തിലിരിക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വഴി കോന്നിയിൽ നിന്നും അച്ചൻകോവിൽ വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേ ആണ്. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അവിടെ വണ്ടി നിർത്തി പരിശോധിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ടേക്ക് കടത്തി വിടുകയുള്ളൂ. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ നമ്പർ കുറിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വണ്ടി നമ്പരും ആൾക്കാരുടെ എണ്ണവും ഒക്കെ എഴുതി വെക്കും. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് കടക്കുകയും വേണം. മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഒരുപാട് വന്യജീവികളുടെ സാന്നിധ്യം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം സൂക്ഷിച്ചു വേണം ഇതുവഴി യാത്ര ചെയ്യാനായിട്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള കാനനപാതകളിൽ ഒരെണ്ണമാണ് ഈ അച്ചൻകോവിൽ ഫോറസ്റ്റ് റൂട്ട്. ഒരുപാട് മൃഗങ്ങളെയൊക്കെ കണ്ട് യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഈ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഒരു 9 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ ഊരാളി അപ്പൂപ്പൻകാവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. പൊതുവേ രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ വളരെയധികം കുറവാണ്. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് പോകുവാനായിട്ട്. റോഡിൻ്റെ സൈഡിൽ നിന്ന് താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നത് നേരെ അപ്പൂപ്പൻകാവിൻ്റെ ഫ്രണ്ടിലേക്കാണ്. മനുഷ്യനും മൃഗങ്ങളുമൊക്കെ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന ആ ഒരു കാലത്ത് പ്രകൃതി ശക്തികളെ ദൈവമായിട്ടാണ് ആരാധിച്ചിരുന്നത്. അത്യപൂർവമായിട്ടുള്ള പൂജകളും വിശ്വാസങ്ങളൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ഇടുക്കി ഡാം തടഞ്ഞു നിർത്തിയിരിക്കുന്ന കുറവൻ കുറത്തി മലകളുടെ നിലനിൽപ്പിനായിട്ട് ദിവസവും പൂജ നടത്താറുണ്ടത്രേ ഇവിടെ. കൊടും വനത്തിനുള്ളിൽ അച്ചൻകോവിലാറിൻ്റെ തീരത്തായിട്ടാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ നാഗഗോത്ര ജനത നൂറ്റാണ്ടുകളായി വനത്തിൽ മാത്രം ആചരിച്ചു വരുന്ന അത്യപൂർവങ്ങളായിട്ടുള്ള അനുഷ്ഠാനങ്ങളും പൂജയും ഒക്കെയാണ് അപ്പൂപ്പൻകാവിൽ നടന്നു വരുന്നത്. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഓല മേഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളും അതുപോലെ വലിയ 2 കരിങ്കൽ പീഠങ്ങളിലായിട്ട് കല്ലേലി അപ്പൂപ്പനെയും അമ്മൂമ്മയൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തിനായി നടത്തിയിട്ടുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിലേതുപോലെയുള്ള വലിയ ശ്രീകോവിലോ ചുറ്റമ്പലങ്ങളോ ഒന്നും ഇവിടെയില്ല. ഒഴിവിശില പോലുള്ള ഉപാധികൾ കാവിൽ തറകെട്ടി അതിനു മുന്നിൽ താമ്പൂലം, കരിക്കും വെള്ളം, ചുട്ട കിഴങ്ങുകൾ, മുളയരി കൊണ്ടുള്ള നിവേദ്യങ്ങളും മറ്റ് വനവിഭവങ്ങളും ഒക്കെയാണ് ഇവിടെ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ആദിമ ദ്രാവിഡ ഗോത്ര വിഭാഗങ്ങളുടെ ആരാധനാ കേന്ദ്രമായ ഇവിടെ അവരുടെ പൂർവികരായ അപ്പൂപ്പനെയും അമ്മൂമ്മയും മറ്റു പ്രകൃതി ശക്തികളുമൊക്കെയാണ് ആരാധിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളെക്കാളും വ്യത്യസ്തമാണ് ഇവിടുത്തെ പൂജകളും ആചാരങ്ങളും ഒക്കെ. ഉദിഷ്ട കാര്യങ്ങൾ സാധിക്കുവാനായിട്ടാണ് സാധാരണ ആൾക്കാർ ഇവിടെ എത്തുന്നത്.
മറ്റ് ക്ഷേത്രങ്ങളിൽ നമ്മൾ പൂജയോ വഴിപാടോ ഒക്കെ സമർപ്പിക്കുമ്പോൾ നമ്മളുടെ നാളും പേരും ഉൾപ്പെടെ മന്ത്രരൂപേണ വിളിച്ചു പറഞ്ഞിട്ടാണ് പൂജാരിമാർ അതിനെ പ്രതിവിധി ചെയ്യുന്നത്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. ഇവിടെ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ ഉച്ചത്തിൽ ഊരാളി അപ്പൂപ്പനോട് വിളിച്ചു പറഞ്ഞിട്ടാണ് പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നത്. ഇവിടെ തേക്കിലയിൽ താമ്പൂലം വെച്ചിട്ട് ഉദ്ദിഷ്ടകാര്യം വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവ നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. പ്രകൃതിയാണ് ദൈവം എന്ന നിലയിലാണ് ഇവിടുത്തെ പൂജകളും ആചാരങ്ങളും ഒക്കെ നടക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ പ്രകൃതി പൂജയും വൃക്ഷപൂജയും ജലപൂജയും നടത്തി ഊരാളി അപ്പൂപ്പൻ്റെ സന്നിധിയിൽ കുരങ്ങന്മാർക്ക് ഭക്ഷണവും നൽകി മീനൂട്ട് നടത്തിയതിന് ശേഷമാണ് ബാക്കി പൂജകൾ തുടങ്ങാറ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഊരാളി അപ്പൂപ്പനോടുള്ള വിളിച്ചുചൊല്ലി പ്രാർത്ഥന. ഓരോ ഭക്തനും ഇവിടെ എത്തുമ്പോൾ അവരുടെ ദുരിതങ്ങളും സങ്കടങ്ങളുമൊക്കെ അപ്പൂപ്പനോട് അവിടുത്തെ ഊരാളിമാരെ വിളിച്ചു ചൊല്ലി പറയുകയും പ്രതിവിധി തേടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ശേഷം എല്ലാ ഭക്തന്മാർക്കും അന്നദാനവും ഉണ്ട്. ഊരാളി അപ്പൂപ്പൻ 999 മലകളുടെയും അധിപനാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടാണ് നമ്മൾ ഊരാളി അമ്മൂമ്മയെ ആരാധിക്കുന്നത്. വടക്കഞ്ചേരി വല്യച്ഛൻ, ഗണപതി, പരാശക്തി, യക്ഷിയമ്മ, നാഗരാജാവ്, നാഗയക്ഷി, രക്തരക്ഷസ് തുടങ്ങിയ ഒരുപാട് മറ്റു പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല കലാരൂപങ്ങളും ഇവിടെ നടത്തി വരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദ്രാവിഡ നാഗഗോത്രങ്ങളുടെ പരമ്പരാഗത കലയായ കുമ്പപ്പാട്ട്, ഭാരതക്കളി, തലയാട്ടംകളി എന്നിവ. മലയാള മാസമായ മേടത്തിൽ നടക്കുന്ന 10-ാമത് മഹോത്സവമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. 10 ദിവസം നീളുന്ന ഉത്സവം വിഷുദിനത്തിൽ ആരംഭിച്ചിട്ട് 10-ാമത് നാളിൽ വിവിധ പൂജകളോടും ആദിത്യ പൊങ്കാല തുടങ്ങിയ ചടങ്ങുകളോടും കൂടി സമാപിക്കും. മലദൈവങ്ങളുടെ അധിപനാണ് ഊരാളി അപ്പൂപ്പൻ. 999 മലകൾക്ക് കാവലാളായി നിൽക്കുന്ന ഊരാളി അപ്പൂപ്പൻ പാണ്ടിനാടും മലയാളക്കരയും അടക്കി വാണിരുന്ന വീരയോദ്ധാവാണെന്ന വിശ്വാസം. പ്രാചീന കാലം മുതലുള്ളതും എഴുതി ചിട്ടപ്പെടുത്തിയിട്ടില്ലാത്തതുമായ കുമ്പപ്പാട്ട് ഇവിടുത്തെ പൂജകളുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. മുളങ്കമ്പ് വെള്ളാരം കല്ലിടിച്ചും കമുകിൻ പാളയിൽ കാട്ടുകമ്പുകൾ കൊട്ടിയും ഇരുമ്പ് പണിയായുധങ്ങൾ കൂട്ടിത്തട്ടിയും കുമ്പപ്പാട്ടിന് താളമൊരുക്കുന്നു. അങ്ങനെ ഊരാളി അപ്പൂപ്പൻകാവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പയ്യെ തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിയിൽ ഞങ്ങൾ കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഫോറസ്റ്റിൻ്റെ സൈഡിൽ തന്നെ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഈ അടുത്ത കാലത്താണ് ഞങ്ങൾ ഓരോ യാത്രയിലും ഞങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങിയത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി അടുത്തതായിട്ട് പോകുന്നത് അടവിയിലേക്കാണ്. അവിടുത്തെ കുട്ടവഞ്ചി സവാരി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത പ്ലാൻ. ഇവിടെ നമ്മുടെ കുട്ടവഞ്ചി സവാരിക്ക് ഒരു ടീമിന് 600 രൂപയാണ് നമുക്ക് പാസ് വരുന്നത്. 600 രൂപയുടെ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 പേർക്ക് വരെ കുട്ടവഞ്ചിയിൽ സഞ്ചരിക്കാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ പാസ്സൊക്കെ എടുത്തിട്ട് മുന്നോട്ട് നടക്കുകയാണിപ്പോൾ. പത്തനംതിട്ടയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന അച്ചൻകോവിൽ നദിയുടെ കൈവഴിയായിട്ടുള്ള കല്ലാറിൻ്റെ തീരത്തെ ഒരു മനോഹരമായിട്ടുള്ള പ്രദേശമാണ് അടവി. ഈ അടുത്ത കാലത്ത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും വനവന്യജീവി വകുപ്പും സംയുക്തമായി ആരംഭിച്ച കോന്നി അടവി ഇക്കോ ടൂറിസം പദ്ധതിയിൽ നിരവധി ആൾക്കാരാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോന്നിയിൽ നിന്നും 16 കിലോമീറ്റർ അകലെയുള്ള തണ്ണിത്തോട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് വിനോദസഞ്ചാരത്തിനായിട്ട് കുട്ടവഞ്ചി യാത്രയ്ക്ക് അവസരമൊരുക്കിയത്. പത്തനംതിട്ട വനം വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ കോന്നി എക്കോ ടൂറിസം നേതൃത്വത്തിൽ നിർമ്മിച്ച കുട്ടവഞ്ചികളാണ് ഇവിടെയുള്ളത്. ഇതുപോലെ കുട്ടവഞ്ചി സവാരിക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ ഹൊഗനക്കൽ. ഇവിടുത്തെ കുട്ടവഞ്ചികളൊക്കെ നിർമ്മിച്ചതും ഇവിടുത്തെ ആൾക്കാരെ അത് തുഴയാനായിട്ട് പരിശീലിപ്പിച്ചതും ഒക്കെ തമിഴ്നാട് ഹൊഗനക്കലിൽ നിന്നുള്ള വിദഗ്ധരായിരുന്നു. ഞങ്ങൾ അങ്ങനെ കുട്ടവഞ്ചിയിൽ കയറി പയ്യെ മുന്നോട്ട് പോവുകയാണ്. ശരിക്കും ഇത് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ മൺസൂൺ ടൈമിലായിരിക്കും. ആ ഒരു സമയത്ത് ചെറിയ ചാറ്റൽ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് ഈ കുട്ടവഞ്ചിയിലുള്ള യാത്ര ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരിക. കുട്ടവഞ്ചി തുഴയുന്ന ചേട്ടൻ നല്ല പ്രോ ലെവൽ എക്സ്പേർട്ടാണ്. പുള്ളിയോട് നമ്മൾ പയ്യെ ഒന്ന് കറക്കാമെന്ന് ചോദിച്ചതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്.
കുട്ടവഞ്ചിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ആനയും മറ്റ് മൃഗങ്ങളെയും ഒക്കെ ഇതിൻ്റെ തീരത്ത് കാണാൻ സാധിക്കും. ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമല്ലേ? ഇവിടെ ആനയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, കാട്ടുപോത്ത്. ഇത് ഈ ശരിക്കും ഈ പെരിയാർ ടൈഗർ റിസർവ് അല്ല, ഈ ഒറ്റ ഫോറസ്റ്റ് റേഞ്ച് അല്ലേ? എല്ലാം കൂടെ ഒരുമിച്ചല്ലേ വരുന്നത്? പിന്നെ എന്താ ആനയെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു? കിടക്കില്ല, അച്ഛൻ തമിഴ്നാട് വരും. ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ മൃഗങ്ങളിലൂടെ? ഇല്ല, അങ്ങനെ പ്രശ്നമില്ലല്ലേ? എത്ര കാട്ടുപോത്തൊക്കെ കയറി വരാറുണ്ട്, ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. പിന്നെ ഇതെല്ലാം വരും. ആണോ? ഇവിടെ എന്തോ ആന വരുന്നില്ല. ഇവിടെ ടൈമിങ് എത്രയാണ്? എത്ര മണി തൊട്ടാണ് ഇവിടെ ടൈമിങ് തുടങ്ങുന്നത്? 8 മണി ആയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഇതിലിപ്പോൾ ജനിച്ച് വരുന്നതുകൊണ്ട് എല്ലാവരും 7 മണിയാകുമ്പോൾ 7 മണിക്ക് തുടങ്ങും. 7 മണിക്ക് തുടങ്ങുമല്ലേ ഇവിടെ? കുട്ടവഞ്ചി സവാരിയൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ ബൈ.